നമുക്കിന്നൊന്ന് അമ്പലത്തിൽ പോയി വന്നാലോ? ഇന്ന് മകരശുഭയ്ക്കാണല്ലോ, എനിക്ക് രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്താ വൈകുന്നേരം കുളിച്ചൊരുങ്ങി നമുക്ക് പോവാം. വാ. ആദ്യം തന്നെ ഞാൻ വന്നത് നമ്മുടെ ശങ്കരംകുളങ്ങര അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് നാളായി ഞാൻ വന്നിട്ട്, അതുകൊണ്ട് ഞാൻ വരാമെന്ന് വിചാരിച്ചു വന്നു. അവിടെ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടൊരു ആന ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ അതിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പോസിറ്റീവുള്ള അമ്പലമാണ്. എല്ലാ അമ്പലം അങ്ങനെയാണ്. അവിടെ ഞാൻ എന്താ സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് ഷോയൊക്കെ കാണിച്ചു തന്നു. അടുത്തത് ഞാൻ പോയത് നമ്മുടെ കാർത്തികനമ്പലത്തിലാണ് കേട്ടോ. കാർത്തികനമ്പലം നമ്മുടെ വീടിൻ്റെ ഈ ശങ്കരംകുളരെയും കാർത്തികനമ്പലം അടുത്തടുത്താണ്. കുറച്ച് പോയാൽ മതി, ഒരു 2 മിനിറ്റൊക്കെ പോയാൽ മതി. അങ്ങനെ ഞാൻ എന്താ പറയുക, കാർത്തികനമ്പലത്തിലെത്തി. കാർത്തികനമ്പലത്തിൽ തൊഴുതിട്ട് പിന്നെ ഞാൻ എൻ്റെ മാസ്കൂരിയിട്ടുള്ള ഷോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ തൊഴുത് മനസ്സറിഞ്ഞ്, അമ്പലത്തിൽ വരുമ്പോൾ വേണ്ട നന്നായി മനസ്സറിഞ്ഞ് തൊഴുതൊന്ന് സമാധാനമാവുക. പിന്നെ നമ്മുടെ തേഞ്ചിത്താവിലൊക്കെ പോയി തേഞ്ചിത്താവിലും തൊഴുതു നന്നായി മനസ്സറിഞ്ഞ്. അതുപോലെ മനസ്സറിഞ്ഞ് തൊഴാനൊക്കെ പറ്റി. ഞാൻ ദീപാരാധന ആയിരുന്നു അവിടെ പോയപ്പോൾ. അതൊക്കെ കഴിഞ്ഞു. ദീപാരാധന കഴിഞ്ഞ് ഞാൻ അടുത്ത അമ്പലത്തേക്ക് പോയത് നമ്മുടെ മടുത്തിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെയും നന്നായി തൊഴാൻ പറ്റി. അവിടെയും ഞാൻ വന്നപ്പോൾ ദീപാരാധനയായിരുന്നു കേട്ടോ. മറ്റ് 2 അമ്പലത്തിലും തൊഴാനൊക്കെ പറ്റി. അതിന് മുമ്പ് തൊഴാൻ പറ്റി, ദീപാരാധനയായിട്ട് മുമ്പ്. പിന്നെ ഞാൻ അവിടെ തന്നെ നമ്മുടെ മണത്തിട്ടയുടെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അല്ലാണ്ട് ഒരു ശിവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെയും പോയി നന്നായി തൊഴുതു. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതു. അഞ്ചമ്പലത്തിൽ പോയി തോന്നുന്നുണ്ട്. 5 അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ ബൈ.